പ്രിക്കോഷ്യസ് പ്യൂബർട്ടി, അതായത് നേരത്തെ ഉണ്ടാകുന്ന കൗമാരം, അതെന്തുകൊണ്ടാണ് സ്ത്രീകളിൽ, പെൺകുട്ടികളിൽ നമ്മളൊരു പ്രശ്നമായിട്ട് കാണുന്നത്? എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം, പെൺകുട്ടികളുടെ കൗമാരം സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ ബ്രസ്റ്റ് ബഡ് ഡെവലപ്മെൻറ്റ്, അതായത് ബ്രസ്റ്റിൻ്റെ വലിപ്പം ബഡ് കൂടിക്കൊണ്ട് വന്നതുകൊണ്ടാണ്. അപ്പം സ്ത്രീകളിൽ അത് കണ്ട് കഴിഞ്ഞിട്ട് പല ചേഞ്ചുകളും വരും. അവരുടെ മറ്റ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സായ രോമ വളർച്ച, അതുപോലെ അവരുടെ ഹൈറ്റ് പെട്ടെന്ന് കൂടുക, അതോടൊപ്പം മെൻസസ് ഒരു 2-2.5 വർഷം കഴിയുന്നതോടെ മെൻസസ്, അങ്ങനെയൊക്കെ വരാം. നമ്മൾ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാകുന്ന കൗമാരം സ്ത്രീകളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബ്രസ്റ്റ് ബഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ പ്യൂബർട്ടൽ ചേഞ്ച് 8 വയസ്സിന് മുന്നേ ആയിട്ട് വരുന്നു എന്ന് നോക്കിയ ഘടകത്തെ നോക്കിക്കൊണ്ടാണ്. അഥവാ 8 വയസ്സിന് മുന്നേ വന്നാൽ എന്തൊക്കെയാണ് സാധാരണ സംഭവിക്കാവുന്ന പ്രോബ്ലംസ്? നമുക്ക് ഈ തീലാർക്കി അഥവാ ബ്രസ്റ്റ് ബഡ് ഡെവലപ്മെൻറ്റ് വന്നു കഴിഞ്ഞതിന് ഒരു 2-2.5 വർഷത്തിനുള്ളിൽ തന്നെ പെൺകുട്ടികൾക്ക് മെൻസ്ട്രേറ്റ് ചെയ്യും, അവർക്ക് ആദ്യത്തെ ആർത്തവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് ആർത്തവം കഴിഞ്ഞ് ഒരു 2-2.5 വർഷത്തോടു കൂടി അവരുടെ പൂർണ്ണമായ ഗ്രോത്ത്, ലീനിയർ ഗ്രോത്ത് എന്നൊക്കെ പറയും, അതായത് ഹൈറ്റ് അറ്റൈൻ ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെടുകയും ചെയ്യും, ബോൺസ് ഫ്യൂസായിട്ട് തീരും. അപ്പോൾ 2 പ്രോബ്ലംസാണ് നേരത്തെ കൗമാരം ഉണ്ടാകുന്നതുകൊണ്ട് പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്നത്. ഒന്നെന്ന് പറയുന്നത് അവരുടെ മാനസികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ വരും. അപ്പോൾ ചെറിയൊരു പ്രായത്തിൽ തന്നെ മെൻസസിലേക്ക് കിടക്കുമ്പോൾ അത് മാനസികമായിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഫൈനൽ അഡൽട്ട് ഹൈറ്റ്, അതായത് ഉയരം കുറഞ്ഞിട്ടായിട്ടും വരാം. അപ്പം ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം കറക്റ്റായിട്ട് ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണമെന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ അത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്ത് പ്യൂബർട്ടി ഡിലേ ചെയ്യിപ്പിക്കുന്നതും. താങ്ക് യു. Stay healthy. Follow for more.